ഇക്ക ഹലോ ഹലോ ഇക്ക എന്താ ഉണ്ടായത്? ഇല്ല മോളല്ല, അതെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഈ വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. ഇതിപ്പോ എന്താ ഉണ്ടായത്? എന്തിനാണ് അവര് കൊണ്ടുപോയത്? എനിക്കും അറിയില്ല എന്താ കാര്യം, എനിക്കറിയില്ല. ഇവിടെ SI ഇല്ല, അതാണ് ഇപ്പൊ പ്രശ്നം. എന്തായാലും ഇജ്ജ് വിഷമിക്കല്ല കേട്ടോ. മോനോട് പറയട്ടോ. അല്ല, അവിടെ മല്ലിയൊക്കെ ഉണ്ടല്ലോ, ഇജ്ജ് ഒരായിട്ട് സമാധാനത്തിൽ ഇരിക്കട്ടോ. എന്താ ഓന് കൊടുക്കാൻ മോനോടൊന്നും പറയണ്ടേ? ഹലോ ആ മോനെ, എവിടെയാ? ഇല്ല പാപ്പ കുഴപ്പമൊന്നുമില്ല കേട്ടാ. എന്താ മോഷ്ടിച്ചേ? ഹലോ, എന്തൊക്കെ പറയണോനെ? ഓന് അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെയോ കേട്ടിട്ട് മനസ്സിലെന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കട്ടോ, അവനെ സമാധാനിപ്പിക്കും. എനിക്ക് കുഴപ്പമില്ല, കരയല്ലേ ഇങ്ങനെയൊക്കെ. അതിലും വലിയ അടങ്ങറാവൂലേ ഞാൻ ഇവിടെ ഇരുന്നാല്? എന്താന്ന് അറിയാതെ സമാധാനം ഇല്ല. ഇവിടെ വാസുട്ടി ജോസുട്ടി ഒക്കെ ഉണ്ട്, ഇപ്പൊ ഇവിടെ ഉണ്ട്. ഓരിപ്പോ അങ്ങോട്ട് വരുമ്പോ ഈ നാളെ വേണമെങ്കിൽ ചോറിന്റെ കൂടെ ഞാൻ വരൂ. ഞാൻ ആള് രാവിലെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വരൂ. ഇപ്പൊ ഇവിടെ SI ഇല്ലാത്ത ആരാണ് ചങ്ങായി നാളെ വരുള്ളൂ. ഇപ്പൊ വന്നിട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. എന്താ കാര്യം എന്തൊരു കഷ്ടാ നോക്കി. വിഷമില്ലാണ്ടാണ് നിനക്ക് അറിയില്ല. മോനെ സമാധാനിപ്പിക്കുന്ന എന്താണിത്? സമാധാനിപ്പിക്കട്ടോ. വിഷമിക്കല്ലേ കേട്ടോ. ഞാൻ മല്ലികയുടെ അടുത്ത് പോയിരുന്നോ? വേണമെങ്കില് മല്ലികയുടെ അടുത്ത് പോയിരുന്നോ കേട്ടോ? വിഷമിക്കല്ലേ. ഞാൻ വിളിക്കാം കേട്ടോ. സമ്മാനിക്കട്ടോ അവളെ കേട്ടോ. എന്നാ ശരി, നോക്കട്ടെ. ശരി. വരൂ. ഇപ്പൊ ഉറങ്ങി. രാത്രി ആകുമ്പോ വാപ്പ വരും. ഇപ്പൊ രാവിലെ കാണാലോ. ഇപ്പൊ ഉറങ്ങിക്കോ. വരൂട്ടാ. പാപ്പ വന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. കഷ്ടമുണ്ട് ഉമ്മ. പരീക്കുട്ടിയുടെ ഭാര്യ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. എന്നോളൂ. സാറ് നമസ്കാരം. നമസ്കാരം. വേണ്ട, നിന്നോളാം. പരീക്കുട്ടീന്റെ ഭാര്യയാണ്. സുഗുണൻ സാറ് വിളിച്ചിരുന്നു. പുഷ്പയുടെ ഭർത്താവല്ലേ? അതെ അതെ അതെ, വിളിച്ചിരുന്നു. വിളിക്കാന്ന് പറഞ്ഞത് സാറേ. 2018 സെപ്റ്റംബർ 30 സ്വന്തം ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുന്ന പരാതിയല്ലേ ഇത്? ആണ്. ആളെവിടെ കിട്ടിയിട്ടുണ്ട്? അല്ല, ഇത് തന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മൂപ്പര് വന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വിവരം നിങ്ങൾ ഇവിടെ ഇൻഫോം ചെയ്തായിരുന്നോ? ഇല്ലല്ലോ. ഈ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അയാൾ മിസ്സിങ്ങിലാണ്. അതെന്താ നിങ്ങൾ ചെയ്യാത്തേ? അതിപ്പോ വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. മൂപ്പര് വന്നു. ഇയാളെ പിടിക്കുന്നതിന് മുമ്പായിരുന്നുവെങ്കിൽ അത് ഓക്കെ. ഇനി നിവർത്തിയില്ല. അവരൊന്നിച്ചിപ്പോ സുഖമായിട്ട് താമസിക്കാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല. പക്ഷേ എനിക്ക് വിടാൻ നിവർത്തിയില്ല. മാത്രല്ല സാറേ, അതിപ്പോ 1 കൊല്ലമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അയാളിപ്പോ മിസ്സിങ്ങിലാണ്. ഈ പരാതി നിലനിൽക്കുന്നിടത്തോളം കാലം അയാൾ മിസ്സിങ്ങിലാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ നോക്കണം? നമുക്ക് ആളെ വിട്ട് കിട്ടണം. ആളെ ഇനി കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന്റെ ഓർഡർ വാങ്ങണം. മൂപ്പര് എന്റെ കൂടെ വിട്. സാറ് പറയുമ്പോ എപ്പോഴാച്ച ഞാൻ കോടതിയിൽ കൊണ്ടുവരാം. അതൊന്നും പറ്റില്ല. മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ അയാളെ നിങ്ങളുടെ കൂടെ വിടാൻ എനിക്ക് കഴിയില്ല. നാളെ തന്നെ അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കാം. നിങ്ങളുടെ കൂടെ വിടാനുള്ള നടപടി സ്വീകരിക്കാം. പൊക്കോളൂ. സാറേ, പരീക്കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ? ഇവർക്ക് ഒന്ന് കാണാൻ. പരീക്കുട്ടി, നിങ്ങളെന്ന് വിടൂല. നാളെ കോടതിയിൽ കൊണ്ടുപോണെന്ന്. ഞാൻ നാളെ രാവിലെ കോടതിയിലേക്ക് വരാം. പൊക്കോ. വാസുട്ടിയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് വരണ്ട കേട്ടോ. നീ മിസ്സിങ്ങാണേ. കേസ് എന്താണെന്ന് മനസ്സിലായ? അന്ന് വിക്ക് മാറാൻ വേണ്ടിയിട്ട് ആരോടും പറയാതെ ഏർവാടിക്ക് പോയില്ലേ? അപ്പൊ ഇവിടെ റസിയ പരാതി കൊടുത്തിട്ടുണ്ടായി കാണാനില്ല എന്നും പറഞ്ഞ്.
സാരമില്ല, 2 ദിവസം അവളുടെ ശല്യമില്ലാതെ ഇവിടെ സമാധാനമായിട്ട് ഇരുന്നൂടെ? ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടാ.